ഇൻറ്റൽ മൈക്രോ പ്രോസസ്സേഴ്സ്. നമ്മൾ ഇൻറ്റലിൻ്റെ കമ്പനിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ഇൻറ്റൽ മൈക്രോ പ്രോസസ്സേഴ്സിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഇൻറ്റൽ 8086 ഈസ് എ 16-bit മൈക്രോ പ്രോസസ്സർ. നമുക്കറിയാം 16 ബിറ്റാണ് എന്ത്, ഇത് അറ്റ് എ ടൈമിൽ നമുക്ക് 16 ബിറ്റ് വേർഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് എ 16-bit ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് എന്ന് നമ്മൾ ഡാറ്റാ ബസ്, കൺട്രോൾ ബസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിന് 16 ബിറ്റ് ഡാറ്റാ ബസ്സാണ് ഉള്ളത്. സോ ഇറ്റ് ക്യാൻ റീഡ് ഡാറ്റ ഫ്രം ഓർ റൈറ്റ് ഡാറ്റ ടു മെമ്മറി. അതുകൊണ്ട് തന്നെ എന്താ, ഈ ഡാറ്റാ ബസ് എന്തിനാ, ഡാറ്റാസ് റീഡ് ചെയ്യാൻ, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അത് 16-bit ഡാറ്റാ ബസ്സാണ്. ആൻഡ് പോർട്സ് ഏതർ 16-bit ഓർ 8-bit അറ്റ് എ ടൈം. അതുപോലെ തന്നെ പോർട്ടിലേക്ക് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ എത്ര പറ്റുന്നത്, 6 ബിറ്റ്സോ 16 ബിറ്റ്സോ അല്ലെങ്കിൽ 8 ബിറ്റ്സോ ആണ് അറ്റ് എ ടൈമിൽ നമുക്ക് പറ്റും. ദെൻ 8086 ഹാസ് 20-bit അഡ്രസ് ബസ്. 16-bit ഡാറ്റാ ബസ് ഉണ്ട്, പിന്നെ എന്താ 20-bit അഡ്രസ് ബസ്സാണുള്ളത്. അപ്പോൾ അവയ്ക്ക് എന്താ മെമ്മറി ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എന്താ, എത്രയായിരുന്നു, 2⁻20 ആണ്. അത്രയും മെമ്മറിയിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, 20-bit അഡ്രസ് ബസ്. സോ ഇറ്റ് ക്യാൻ അഡ്രസ് എനി വൺ ഓഫ് 2⁻20 മെമ്മറി ലൊക്കേഷൻസ്. 2⁻20 എന്ന് പറഞ്ഞാൽ എത്ര ഒരു റിസൾട്ട് കിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിലേതെങ്കിലും ഒരു മെമ്മറിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ദെൻ ദ 8088 ഹാസ് ദ സെയിം ALU. പിന്നെ എന്താ 8088, ഇപ്പോൾ 86 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്താ 88 ഉണ്ട്, ഇതിനും എന്താ സെയിം ALU ആണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണുള്ളത്. ദ സെയിം രജിസ്റ്റേഴ്സ്, സെയിം നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ആൻഡ് ദ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആസ് ദ 8086. 8086ൻ്റെ അതുപോലെ തന്നെ സെയിം ALU ഉണ്ട്, സെയിം രജിസ്റ്റേഴ്സ് ഉണ്ട്, അഡ്രസ് ലൈൻസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സൊക്കെ സെയിം ആണ്. പക്ഷേ 8088 ഹാസ് ആൻ 8-bit ഡാറ്റാ ബസ്. നമ്മൾ 8086ൽ 16-bit ആയിരുന്നു ഡാറ്റാ ബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലെത്രയാ, 8-bit ഡാറ്റാ ബസ്സാണ്. സോ ഇറ്റ് ക്യാൻ ഓൺലി റീഡ് ഓർ റൈറ്റ് 8-bit അറ്റ് എ ടൈം. മറ്റതിന് എന്തായിരുന്നു, 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിലെന്താ, അറ്റ് എ ടൈമിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് മാത്രമേ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റിയിട്ടുള്ളൂ. The Intel 8088 is used as a CPU in the original IBM personal computers, the IBM PC XT and several compatible personal computers. അതായത് 8088 യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ള IBM പേഴ്സണൽ കമ്പ്യൂട്ടർ, അതുപോലെ IBM PC XT, അതുപോലെ തന്നെ സെവറൽ കോമ്പാറ്റബിൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ആയിരുന്നു ഈ 8088 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നത്. ഓക്കെ, then Intel 80186 is an improved version of 8086 and 80188 is an improved version of 8088. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു 8086ഉം അതുപോലെ തന്നെ 8088. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് ആണെന്ത്, 8086ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് 800186ഉം, അതുപോലെ തന്നെ 8088ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് 80188. In addition to a 16-bit CPU, they each have programmable peripheral devices integrated in the same package. അതായത് 16 ബിറ്റ് CPU ഉള്ളതിന് പുറമെ തന്നെ ഇവർക്ക് എന്തുണ്ട്, പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസസ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദ സെയിം പാക്കേജ്. അതോടൊപ്പം തന്നെ എന്താ, നമുക്ക് പ്രോഗ്രാമബിൾ ആയിട്ടുള്ള പെരിഫറൽ ഡിവൈസസ്, അതായത് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസ് എന്താ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരേ പാക്കേജിൽ തന്നെ. ഓക്കെ, ദെൻ ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ദ സൂപ്പർ സെറ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ദി 8086 ആൻഡ് 8088. അതായത് ഇവരുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്താണ്, സൂപ്പർ സെറ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ദി 80, അതായത് 8086ൻ്റെയും 8088നേക്കാളും എന്താ സൂപ്പർ സെറ്റാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈമിൽ എന്താ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ് ഉള്ളത്. ദെൻ Intel 80286 is a 16-bit.
അടുത്തതായിട്ട് പറയുന്നത് ഒരു 280 286 പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. അതെന്താ 16 ബിറ്റാണ്. അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് 8086 അഡ്വാൻസ്ഡ് വേർഷനാണ്. ഓക്കെ, വിച്ച് ഹാസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ യൂസ് ആസ് CPU ഇൻ എ മൾട്ടി യൂസർ ഓർ മൾട്ടി ടാസ്കിങ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് മൾട്ടി യൂസർ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് മൈക്രോ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു മൈക്രോ പ്രോസസ്സറാണ് എന്ത് 80286. അത് 16 ബിറ്റ് തന്നെയാണ്. ദെൻ ദ 80286 ഹാസ് 2 ഓപ്പറേറ്റിംഗ് മോഡ്സ്. 2 ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണ് ഇത്തരം മൈക്രോ പ്രോസസ്സേഴ്സിനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് റിയൽ അഡ്രസ് മോഡ് ആൻഡ് വെർച്വൽ അഡ്രസ് മോഡ്. റിയലും വെർച്വലും 2 അഡ്രസ്സിങ് മോഡ്സ്. റിയൽ അഡ്രസ്സിങ് മോഡിൽ എന്താ ദ 80286 ഫങ്ഷൻസ് മോസ്റ്റ്ലി ആസ് ഫാസ്റ്റ് 8086. 8086നേക്കാളും ഒരുപാട് ഫാസ്റ്ററായിട്ട് എന്താ ഫാസ്റ്ററാണ് എന്ത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതിൽ? ഈ റിയൽ അഡ്രസ്സിങ് മോഡിൽ 80286ൻ്റെ. രണ്ടാമതായിട്ട് വിർച്വൽ അഡ്രസ് മോഡ്. ഇതിലെന്താ ദ 80286 ഹാസ് ഫീച്ചേഴ്സ് വിച്ച് മേക്ക് ഇറ്റ് ഈസി ടു കീപ് യൂസർ പ്രോഗ്രാം സെപ്പറേറ്റ് ഫ്രം വൺ അനദർ. അതായത് ഇൻ വിർച്വൽ അഡ്രസ് മോഡ്, രണ്ടാമത്തെയാണ് വിർച്വൽ അഡ്രസ് മോഡ്. ഇതിലെന്താ പറയുന്നത്? 80286 ഹാസ് ഫീച്ചേഴ്സ് വിച്ച് മേക്ക് ഇറ്റ് ഈസി ടു കീപ് യൂസേഴ്സ് പ്രോഗ്രാം സെപ്പറേറ്റ് ഫ്രം അനദർ. അതായത് മറ്റൊരു യൂസറിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് യൂസർ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ വിർച്വൽ അഡ്രസ്സിങ് മോഡിൽ. ഓക്കെ, ദെൻ added to protect the system program from destruction by users program. അതുപോലെ തന്നെ എന്താ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്താ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ദ 80386 ഈസ് എ 32-bit മൈക്രോ പ്രോസസ്സർ. അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് 80386. ഇതും 8086ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. 32 ബിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ they can directly address up to 4 GB of memory. അവയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 4 GB of മെമ്മറിയിലേക്ക്, അത്രയും മെമ്മറി ലൊക്കേഷനിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ദെൻ ദ 80386 contains more sophisticated features than the 80286. അതായത് എന്താ ഈ 80386നേക്കാളും ഒന്നുകൂടി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ഏതിനുണ്ട്? 80386ന് 80286നേക്കാളും എന്താ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻറ്റൽ 8086 മൈക്രോ പ്രോസസ്സർ. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സാണ് 8086. ഇൻറ്റൽ അല്ലെങ്കിൽ ഇൻറ്റൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് 8086 മൈക്രോ പ്രോസസ്സർ. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു തരം ചിപ്പാണ് എന്ത് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ 8086. 40 പിന്നുള്ള ഒരു ഒരു ചെറിയൊരു ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ. ഇതാണ് എല്ലാ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻറ്റൽ 8086 വാസ് ലോഞ്ച്ഡ് ഇൻ 1978 ഈ ഇൻറ്റൽ അല്ലെങ്കിൽ 8086 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് 16-bit മൈക്രോ പ്രോസസ്സർ. ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു 16-bit 16-bit മൈക്രോ പ്രോസസ്സറാണ് ഇൻറ്റലിൻ്റെ. അതുപോലെ തന്നെ ദിസ് മൈക്രോ പ്രോസസ്സർ ഹാഡ് മേജർ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ എക്സിക്യൂഷൻ സ്പീഡ് ഓഫ് 8085. അതായത് നമ്മുടെ 8085 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോ പ്രോസസ്സർ ഉണ്ട്. അതിനേക്കാളും മേജർ ഇംപ്രൂവ്മെൻറ്റ് ആർക്കുണ്ട്? ഈ 8086നുണ്ട്. എന്തിൻ്റെ കാര്യത്തിലാണ്? എക്സിക്യൂഷൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിൽ. അതായത് ഫാസ്റ്റായിട്ട് 8085നേക്കാളും സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 29,000 ട്രാൻസിസ്റ്റേഴ്സ്. അതായത് ഈ 8086 മൈക്രോ പ്രോസസ്സറിൽ 29,000 ട്രാൻസിസ്റ്റേഴ്സൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
Then it is available as 40 pin dual inline package. അതായത് 40 പിന്നാണ് ഡുവൽ ഇൻലൈൻ പാക്കേജിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 3 വേർഷൻസ്. 3 വേർഷൻസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? 8086 അത് 5 മെഗാ ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ 8086-2 അത് 8 മെഗാ ഹെഡ്സ് ആണ്. അതുപോലെ തന്നെ 8086 അത് എത്രയാണ്? 10 മെഗാ ഹെഡ്സ് ആണ്. ഓക്കെ. ദെൻ 8086ൻ്റെ ആർക്കിടെക്ചറാണ് അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ച് വെക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മുടെ ഇപ്പം നേരത്തെ കണ്ടില്ലേ, നമ്മൾ 8086ൻ്റെ പിൻ ഡയഗ്രം ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 യൂണിറ്റാണ് ഇതിലുള്ളത്. ഒന്ന് BIU, ഒന്ന് EU. എക്സിക്യൂഷൻ യൂണിറ്റ് EU എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ യൂണിറ്റ്, BIU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ഇങ്ങനെ 2 ഡിവിഷനായിട്ട് നമ്മുടെ 8086 ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതൊരു 2-3 തവണ എഴുതി പഠിക്കണം അല്ലെങ്കിൽ വരച്ച് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.